നമ്മൾ മരണപ്പെട്ടാലോ അപകടങ്ങൾ സംഭവിച്ചാലോ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നാലോ ലക്ഷങ്ങളും കോടികളും നഷ്ടപരിഹാരം കിട്ടുന്ന ഇൻഷുറൻസുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? 500 രൂപയും 1000 രൂപയും 2000 രൂപയൊക്കെ മാസത്തിൽ അടച്ചാൽ മരണപ്പെടുന്ന ആളുടെ കുടുംബത്തിന് കോടികളാണ് തിരിച്ചു കിട്ടുന്നത്. ഇത്തരം ഇൻഷുറൻസുകളെ ടേം ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ മരണപ്പെട്ടാലും കുടുംബം മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാതിരിക്കാൻ, അവരിപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അഭാവത്തിലും ജീവിക്കാൻ, നമ്മൾ ഉണ്ടാക്കി വെച്ച കാറിൻ്റെയും വീടിൻ്റെയും എല്ലാ കടങ്ങളുടെ ഭാരം കുടുംബത്തിൻ്റെ തലയിൽ ഇടാതിരിക്കാൻ ടേം ഇൻഷുറൻസുകൾ എന്താണെങ്കിലും നല്ലതാണ്. എന്നാൽ നൂറുകണക്കിന് തരങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടത് കുറഞ്ഞ ചിലവിൽ ലാഭകരമായിട്ട് എങ്ങനെ തിരഞ്ഞെടുക്കും? അതിന് 4 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊന്നും പല ഇൻഷുറൻസ് ഏജൻറ്റുമാരും പറഞ്ഞു കൊടുക്കാറില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറഞ്ഞ ചിലവിൽ എങ്ങനെ ടേം ഇൻഷുറൻസ് എടുക്കാം? എല്ലാവർക്കും വേണ്ട ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ്. അത് എടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും മികച്ചത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എടുക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കമ്പനിയുടെ ഏജൻറ്റുമാരുടെ അടുത്ത് പോവുക, അതിനുശേഷം അവരുടെ പ്ലാനുകൾ നോക്കുക, അതിൻ്റെ വിലയെല്ലാം താരതമ്യം ചെയ്യുക, അവർ നൽകുന്ന ബെനിഫിറ്റുകളെല്ലാം താരതമ്യം ചെയ്യുക, ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുക. എന്നാൽ അത് വായിച്ച് നോക്കാൻ ഒരുപാടുണ്ട്. അത് അത്രയും എളുപ്പമുള്ളൊരു മാർഗ്ഗവുമല്ല. അങ്ങനെയുള്ള സമയത്ത് ഓൺലൈൻ വഴി നമുക്ക് ഇൻഷുറൻസുകളെ കമ്പയർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഉദാഹരണത്തിന് പോളിസി ബസാറിൽ കയറിയിട്ട് നമ്മൾ പേരടിക്കുന്നു, നമ്പർ അടിക്കുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. വേണ്ട ബെനിഫിറ്റുകളും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 20ലധികം ഇൻഷുറൻസുകളിൽ നിന്ന് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ്. ഏതെങ്കിലും 1-2 ആളുടെ എടുത്തു പോയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഫിൽറ്ററുകൾ ഇട്ട് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൂടാതെ ഞാൻ കമൻറ്റ് ബോക്സിൽ പോളിസി ബസാറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ 10% വരെ ഓൺലൈൻ ഡിസ്കൗണ്ട് കിട്ടാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാവും. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ വഴിയില്ലേ, ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി നമ്പർ അടിച്ചു കൊടുക്കുന്നു, അതിനുശേഷം പേരടിച്ചു കൊടുക്കുന്നു, കയറുന്നു, താരതമ്യം ചെയ്യുന്നു, ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള, ഏറ്റവും പ്രീമിയം കുറഞ്ഞിട്ടുള്ള, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുകൾ നൽകുന്ന ഇൻഷുറൻസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതിലും കുറഞ്ഞ വിലയ്ക്ക് അതിൽ കൂടുതൽ ബെനിഫിറ്റോടെ നിങ്ങൾക്ക് എവിടുന്ന് പ്ലാൻ കിട്ടുന്നോ അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഞാൻ ഒരുവിധം സ്ഥലങ്ങളെല്ലാം നോക്കിയതുമാണ്, കണ്ട് പഠിച്ചിട്ടുള്ളതുമാണ്. അതിൽ നിന്നാണ് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഓൺലൈൻ വഴി ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ? നമുക്ക് ക്ലെയിം കിട്ടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഒരു കാലത്ത് ഓൺലൈൻ വഴി ഫോൺ മേടിച്ചപ്പോഴും നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ബ്രോക്കർ അല്ല, അതാത് ഇൻഷുറൻസ് കമ്പനികളാണ് നമുക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഞാൻ മുഹമ്മദ് ഖാൻ്റെ കടയിൽ പോയിട്ട് ഒരു ഐഫോൺ മേടിച്ചാലും, ഞാൻ ആമസോൺ വഴി ഒരു ഐഫോൺ മേടിച്ചാലും ഏതാണോ വില കുറവ് എന്നുള്ളത് നോക്കി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണ്? നമുക്ക് കിട്ടുന്ന ഐഫോൺ ആപ്പിൾ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതിനെന്തെങ്കിലും തകരാറുണ്ടെങ്കിലോ അതിനെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലോ അതിൻ്റെ ഉത്തരവാദി ആ കമ്പനിയാണ്. അത് എവിടുന്ന് മേടിച്ചാലും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഓൺലൈൻ വഴി ഇൻഷുറൻസ് എടുക്കുന്നത് പ്രശ്നമാണ് എന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും നല്ല കാര്യമല്ലേ? പിന്നെ ക്ലെയിമിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു ഏജൻറ് ഇല്ല എന്ന് കരുതണ്ട. 24/7 ആണ് ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ ബ്രോക്കേഴ്സും നമുക്ക് ഓഫർ ചെയ്യുന്നത്. പോളിസി ബസാറിലും അങ്ങനെ തന്നെയാണ്. 24 മണിക്കൂറും 7 ദിവസവും നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാവും. നമ്മൾ കോൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് റിട്ടേൺ കോൾ കിട്ടും, അതിൻ്റെ സപ്പോർട്ട് കിട്ടും. അതുവഴി ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയാണ് ക്ലെയിമിന് അപ്ലൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പക്ഷേ നമുക്ക് ക്ലെയിം നൽകേണ്ടത് ആരാണ്? തീർച്ചയായിട്ടും കമ്പനിയാണ്. അതൊരിക്കലും ഒരു ബ്രോക്കറോ ഏജൻറ്റോ അല്ല. അതുകൊണ്ട് തന്നെ മികച്ച കമ്പനികളുടെ, ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ഏറ്റവും അധികം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള, നല്ല പാരമ്പര്യമുള്ള, നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം ടേം ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം, എന്താണ് ടേം ഇൻഷുറൻസുകൾ? ടേം ഇൻഷുറൻസുകൾ പൊതുവെ മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരാൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമായിട്ടും ഓരോ മനുഷ്യനും ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെയാണ്. കാരണം അപകടങ്ങളും മരണവും എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുംബത്തെയും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടേം ഇൻഷുറൻസുകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് പോളിസി ആക്റ്റീവായിരിക്കുന്ന കാലയളവിൽ, നമ്മളിപ്പോൾ പണം അടയ്ക്കുകയാണ്, ഒരു നിശ്ചിത തുക അടയ്ക്കുന്നു, ആ സമയത്ത് പോളിസി ആക്റ്റീവാണ്, ഇത്ര വർഷം വരെയായിരിക്കും ആ ഒരു ഇൻഷുറൻസ് ഉണ്ടാവുക. അതിനിടയിൽ പോളിസി ഹോൾഡർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ കുടുംബത്തിന് സം അഷ്യൂർഡായിട്ട് നല്ലൊരു തുക ലഭിക്കുന്നു. താരതമ്യേന ചീപ്പായിട്ടുള്ള, അതായത് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ. 500 രൂപയിൽ താഴെ മാസത്തിൽ പ്രീമിയം അടച്ചാൽ 1 കോടിയുടെ കവറേജ് കിട്ടുന്ന തരം ഇൻഷുറൻസുകളെല്ലാം മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്കറിയാലോ, കമ്പനിക്ക് റിസ്ക് കൂടുന്നതിനനുസരിച്ച് അടയ്ക്കേണ്ട പ്രീമിയത്തിൻ്റെ അളവ് കൂടും. അതായത് പ്രായം കൂടുകയാണെങ്കിൽ
രോഗങ്ങളുള്ള ആളാണെങ്കിൽ എല്ലാം പ്രീമിയം അധികമായിട്ട് അടയ്ക്കേണ്ടി വരും. 25 വയസ്സുള്ള ഒരാൾക്കും 35 വയസ്സുള്ള ഒരാൾക്കും ഒരേ പ്രീമിയം ആയിരിക്കില്ല എന്ന് സാരം. അതുപോലെ ടേം ഇൻഷുറൻസുകളുടെ കാര്യത്തിൽ ജോലിയും വിദ്യാഭ്യാസവും വരുമാനവും അനുസരിച്ച് പലപ്പോഴും പ്രീമിയത്തിൻ്റെ അളവുകൾ മാറുന്നതായിട്ടും കാണാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 25 വയസ്സുള്ള ഒരാളാണ്, ആൾക്ക് വരുന്ന പ്രീമിയം 1000 രൂപയാണ്. അദ്ദേഹം 80 വയസ്സ് വരെ കവർ ചെയ്യുന്ന ഒരു ടേം പ്ലാനാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം മാസത്തിൽ 1000 രൂപ അടയ്ക്കുകയാണ്. അദ്ദേഹത്തിന് പ്രായം കൂടിയാലും അടയ്ക്കുന്ന തുകയ്ക്ക് മാറ്റം വരില്ല. എന്നാൽ 25 വയസ്സുള്ള ഒരാൾ ഒരു വർഷത്തോളം പ്രീമിയം അടയ്ക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് അപകടം സംഭവിച്ച് അല്ലെങ്കിൽ എങ്ങനെയോ അദ്ദേഹം മരണപ്പെടുന്നു, സാധാരണ രീതിയിൽ അസുഖങ്ങൾ ബാധിച്ചോ എങ്ങനെയെങ്കിലും അദ്ദേഹം മരണപ്പെടുകയാണ്. ആകെ അടച്ചത് 12,000 രൂപയാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം കുടുംബത്തിൻ്റെ വലിയൊരു ആശ്രയമായിരുന്നു. അദ്ദേഹത്തിന് ഹോം ലോൺ ഉണ്ടായിരുന്നു, കാർ ലോൺ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചതുകൊണ്ട് 1 കോടി രൂപ ആ കുടുംബത്തിന് സം അഷ്വേർഡായിട്ട് കിട്ടുകയാണ്. ഈ 1 കോടി രൂപയും ടാക്സ് ഫ്രീ ആയിട്ടാണ് കുടുംബത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഒരു മനുഷ്യനില്ലാതായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. മനുഷ്യൻ തന്നെ വേണം. എങ്കിലും പണത്തിന് ഒരുപാട് കാര്യങ്ങളെ പരിഹരിക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ കുടുംബത്തിന് മറ്റാരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരാത്ത രീതിയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ടേം ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികം ഭദ്രമായിട്ട് മാറി. ഇനി ഇദ്ദേഹം 1 വർഷം കഴിഞ്ഞിട്ട് മരണപ്പെടുന്നില്ല, 2 വർഷം കഴിഞ്ഞിട്ട് മരണപ്പെടുന്നില്ല, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അതായത് 80 വയസ്സ് വരെയാണല്ലോ എടുത്തത്, 79ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. എങ്കിലും 80 വയസ്സ് വരെ അയാൾ കൃത്യമായിട്ട് തെറ്റാതെ പോളിസി അടച്ചതുകൊണ്ട് 79ാമത്തെ വയസ്സിൽ മരണപ്പെട്ടാലും 80 വയസ്സിന് മുന്നേ എപ്പം മരണപ്പെട്ടാലും പോളിസി ആക്റ്റീവായിരിക്കുന്ന കാലഘട്ടത്തിൽ എപ്പം മരണപ്പെട്ടാലും ഈ സം അഷ്വേർഡ് ആയിട്ടുള്ള തുക ഫാമിലിക്ക് കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞാലോ പോളിസി ആക്റ്റീവല്ല, ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടാൽ ഒരു പണവും ആ കുടുംബത്തിന് കിട്ടുന്നതല്ല. എന്നാൽ 80 വയസ്സ് വരെ മാത്രമൊന്നുമല്ല, 100 വയസ്സ് വരെ കവറേജ് ലഭിക്കുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ നമുക്കറിയാം അതിന് കുറച്ച് പണം അധികമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ടേം ഇൻഷുറൻസ് എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ കാര്യത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം കവറേജ് വേണം, എൻ്റെ ജീവന് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മുടെ വരുമാനം നമ്മൾ ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണോ ആ വരുമാനത്തിൻ്റെ മാസവരുമാനത്തിൻ്റെ ഒരു 100 മുതൽ 150 ഇരട്ടി വരെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയാറുള്ളത്. ഉദാഹരണം പറയാനാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് നമ്മുടെ വാർഷിക വരുമാനമെങ്കിൽ 1 കോടിയുടെ എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ എടുത്തിരിക്കണം. ശരിക്കും 1 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ആളുകളൊക്കെ 2 കോടിയുടെയും 3 കോടിയുടെയും എല്ലാം ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, കുറഞ്ഞ പ്രായത്തിൽ അസുഖങ്ങളില്ലാത്തപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ടേം ഇൻഷുറൻസ് എടുത്തു, 22ാമത്തെ വയസ്സിലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന പ്രീമിയം ഒരുപക്ഷെ 800 രൂപയോ 1200 രൂപയോ ഒക്കെ ആയിരിക്കും. എന്നാൽ 10 വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രീമിയം നല്ല രീതിയിൽ കൂടുന്നതാണ്. ഈ കൂടുന്നതിനിടയിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ, ആർക്കും ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ ഒന്നും മരണപ്പെടാൻ സാധ്യതയില്ല, 55ാമത്തെ വയസ്സിൽ പോയി എടുക്കാം. 55ാമത്തെ വയസ്സിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടി വരും. അത്രയും വയസ്സ് വരെ നമ്മൾ ജീവിച്ച് നിൽക്കുമോ എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലോ പ്രായം കൂടിയാലോ പ്രീമിയം നല്ല രീതിയിൽ കൂടും. ആ സമയത്ത് ടേം ഇൻഷുറൻസ് ഒരുപക്ഷെ കിട്ടണം എന്ന് പോലുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് റൈഡേഴ്സ്. അതായത് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മരണസമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാത്രമല്ല, എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അത് മരണത്തിന് തുല്യം തന്നെയാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ റൈഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആഡ് ചെയ്യുകയാണ്. പക്ഷേ എക്സ്ട്രാ ബെനിഫിറ്റ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പ്രീമിയം കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ പോലും നല്ലൊരു സം അഷ്വേർഡ് ആയിട്ടുള്ളൊരു തുക ആ സമയത്ത് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടാൻ അത്തരം റൈഡേഴ്സ് ഉപകാരപ്പെടും. 51 തരം ക്രിട്ടിക്കൽ റൈഡേഴ്സിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ടേം ഇൻഷുറൻസുകളെല്ലാം മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൂടാതെ ആക്സിഡൻ്റൽ ഡിസബിലിറ്റി റൈഡേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, നമ്മുടെ കയ്യോ കാലോ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിസബിലിറ്റി നമുക്കുണ്ടാവുന്നു. പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വരില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രളയം ഉണ്ടായ സമയത്ത് നമ്മളെന്താ വിചാരിച്ചത്? ബീഹാറിൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂ, ഉത്തർപ്രദേശിൽ മാത്രമേ മണ്ണിടിച്ചിൽ സംഭവിക്കൂ, ഉത്തരാഖണ്ഡിൽ മാത്രമേ പുഴ കരകവിഞ്ഞൊഴുകൂ, ഇങ്ങനെയെല്ലാമായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അല്ല എന്ന കാര്യം പ്രളയവും കൊറോണയും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്, പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലേ. അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റുകൾ സംഭവിച്ച് ഇങ്ങനെയെല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഒരു തുക നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ
ടേം ഇൻഷുറൻസുകളിൽ എക്സ്ട്രാ റൈഡേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്സിഡൻ്റൽ ഡിസബിലിറ്റിക്ക് മാത്രമല്ല, നമ്മുടെ ലൈഫ് ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാൽ ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ, അപകടങ്ങൾ സംഭവിച്ച് മരണം വരികയാണെങ്കിൽ, സ്വാഭാവിക മരണം വരികയാണെങ്കിൽ എന്താണെങ്കിലും ടേം ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടുന്നതാണ്. പക്ഷേ അപകടങ്ങൾ സംഭവിച്ച് മരണം വരികയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ റൈഡേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്നത് ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 2 ചെറിയ റൈഡേഴ്സ് ആഡ് ചെയ്തോളൂ. അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും ആക്സിഡൻ്റൽ ഡിസബിലിറ്റി റൈഡേഴ്സും ആഡ് ചെയ്തോളൂ. എക്സ്ട്രാ ഒരു ഡെത്തിൻ്റെ റൈഡർ ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ 2 ചെറിയ റൈഡറുകൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് തുക അധികം കൊടുക്കേണ്ടി വന്നാലും നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി ഒന്നാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ബ്രോക്കേഴ്സിനും ഏജൻറ്റുമാർക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ കാര്യം പറയുന്നത് ഇഷ്ടമുണ്ടാവില്ല. എങ്കിൽ പോലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അതായത് അടച്ച പണം തിരിച്ച് കിട്ടുന്ന ടേം ഇൻഷുറൻസ് ആണോ നല്ലത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ 80 വയസ്സ് വരെ അടയ്ക്കുകയാണ്. എങ്ങാനും ഞാൻ മരിച്ചില്ലെങ്കിലോ? ഞാൻ 2000-3000 രൂപയ്ക്ക് വെച്ച് അടയ്ക്കുകയല്ലേ. മരിച്ചില്ലെങ്കിൽ എനിക്ക് ആ പണം അതുപോലെ തിരിച്ചു തരണം. ഇത് കേൾക്കുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഓഫറായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഈ കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിലൊന്ന് പറയാം. സാധാരണ ടേം ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മളൊരു പണം അടയ്ക്കുന്നു. നമ്മൾ ഒരു നിശ്ചിത വയസ്സിനിടയിൽ മരണപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം കമ്പനി ലംസമായിട്ട് വലിയൊരു തുക നോമിനിക്ക് കൊടുക്കുന്നു. എന്നാൽ ആ ടേമിൽ നമ്മൾ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ, പോളിസി ആക്റ്റീവായിരിക്കുന്ന ടേമിൽ നമ്മൾ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടുന്നതല്ല. പക്ഷേ റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന രീതിയിൽ ടേം ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. നമ്മൾ നിശ്ചിത കാലത്തേക്ക് പണം അടയ്ക്കുന്നു. 80 വയസ്സോ 100 വയസ്സോ 65 വയസ്സോ ഒക്കെ ആയിരിക്കും ടേം കാലാവധി. ആ കാലാവധി കഴിയുമ്പോൾ നമ്മൾ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ അടച്ച പണം അതുപോലെ തിരിച്ചു തരുന്നു. പക്ഷേ GST എല്ലാം കുറയ്ക്കും. പക്ഷേ അടച്ച പണമില്ലേ, പണത്തിൻ്റെ യഥാർത്ഥ മൂല്യം അവിടെ ചെന്നിട്ടുള്ള അത് അതുപോലെ തിരിച്ചു തരുന്നു. സാധാരണക്കാർ കേൾക്കുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഓഫറാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം, പണത്തിന് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് പണം തിരിച്ചു കിട്ടുമ്പോൾ വലിയ തുകയായിരിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ ഈ റിട്ടേൺ ഓഫ് പ്രീമിയം ടേം ഇൻഷുറൻസുകൾക്ക് താരതമ്യേന തുക കൂടുതലാണ്. ഇപ്പോൾ 1000 രൂപയാണ് ഞാൻ മാസാമാസം അടയ്ക്കേണ്ടതെങ്കിൽ നമുക്ക് അടച്ച പണമെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ 2000 രൂപ അടയ്ക്കേണ്ടി വരും. 30 വർഷത്തേക്ക് 40 വർഷത്തേക്കുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് മാസാമാസവും 1000 രൂപ അധികം അടയ്ക്കുക എന്നുള്ളത്. ഇതേ പണം മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്കിലോ എല്ലാം ചെയ്യുകയാണെങ്കിലോ അതേ പണമായിരിക്കും തിരിച്ചു കിട്ടുക. ഇരട്ടിയും 2 ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ 10 ഇരട്ടി കിട്ടിയെന്ന് വരാം. അപ്പോൾ അങ്ങനെ നമുക്ക് വെറുതെ ഒരാവശ്യമില്ലാതെ തിരിച്ചു കിട്ടുന്ന ടേം ഇൻഷുറൻസുകളിൽ പണം നഷ്ടപ്പെടുത്തുന്നത് അത്രത്തോളം നല്ല കാര്യമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ചിന്തിക്കുക. പക്ഷേ പുതിയൊരു തരം ടേം ഇൻഷുറൻസുകളെ ഇപ്പോൾ പല കമ്പനികളും അവതരിപ്പിച്ചിട്ടുണ്ട്. 100% റിട്ടേൺ ഓഫ് പ്രീമിയം വിത്ത് നോ അഡീഷണൽ കോസ്റ്റ്. അതായത് നമുക്ക് അടച്ച പണം തിരിച്ചു കിട്ടും, എന്നാൽ അഡീഷണൽ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല. സാധാരണ ടേം ഇൻഷുറൻസിൻ്റെ പണം തന്നെ കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ 65-ാമത്തെ വയസ്സിലാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആ വയസ്സിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പോളിസി ടേം കഴിയാൻ കാത്തു നിന്നാൽ ഒന്നും കിട്ടില്ല. ഉദാഹരണത്തിന് 25 വയസ്സുള്ള ഒരാൾ 65-ാമത്തെ വയസ്സിൽ എനിക്ക് അടച്ച പണം തിരിച്ചു കിട്ടണം, അതിനുശേഷം എനിക്ക് ഇത് വേണ്ട, ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പണം തിരിച്ചു കിട്ടും. ഒരു പക്ഷേ ആ വയസ്സാവുന്ന സമയത്തായിരിക്കും കുട്ടികളുടെ കല്യാണം ഉണ്ടാവുക, അല്ലെങ്കിൽ വീട് വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ അതുവരെ ആയിരിക്കും ഒരു പക്ഷേ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അതിനിടയിൽ ഞാൻ മരണപ്പെട്ട ആളാണ് പ്രശ്നം. ഇപ്പം മകളുടെ കല്യാണം ആവുന്ന സമയത്ത് ഞാൻ മരണപ്പെട്ടാൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു പ്രശ്നത്തിനെ അതിജീവിച്ചല്ലോ. അപ്പോൾ അത് അതിജീവിച്ചതുകൊണ്ട് അതുവരെ അടച്ച പണമെല്ലാം തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പോളിസിയിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ പണം തിരിച്ചു വാങ്ങിയിട്ടില്ല, പോളിസി കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് കരുതുകയാണെങ്കിൽ പോളിസി ടേം കഴിയുമ്പോൾ, ഒരു പക്ഷേ 80 വയസ്സായിരിക്കാം 70 വയസ്സായിരിക്കാം, ആ ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. എങ്കിലും ഇത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം അഡീഷണലായിട്ട് നമ്മൾ പണമൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ ആരെങ്കിലും അഡീഷണലായിട്ട് പണം ആവശ്യപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും കമ്പനി ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ കൊടുക്കേണ്ട കാര്യമല്ല. ടേം ഇൻഷുറൻസിനെ പണം തിരിച്ചു കിട്ടുന്ന ഒരു പദ്ധതിയായിട്ട് ഒരിക്കലും കാണരുത്. എപ്പോഴും കാണേണ്ടത് അതിനൊരു പ്രൊട്ടക്ഷൻ പ്ലാനായിട്ട് മാത്രമാണ്. പിന്നെ ടേം ഇൻഷുറൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഴയ ടാക്സ് സ്ലാബിലെല്ലാം നികുതി അടയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് നേടാനുള്ള അവസരമുണ്ട്. അതുപോലെ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് റൈഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പണമില്ലേ, അതിന് പിന്നെ നികുതി കൊടുക്കേണ്ട കാര്യമല്ല. 1010D പ്രകാരം കംപ്ലീറ്റ് ആയിട്ട് അത് ടാക്സ് ഫ്രീ ആയിരിക്കും. ഈ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും ടേം ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ പ്രായം കൂടുന്ന സമയത്ത് കൂടുതൽ പ്രീമിയം അടയ്ക്കേണ്ടി വരില്ല. അത്രയും കാലവും നമ്മുടെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമെന്ന കാര്യവും പ്രത്യേകമായിട്ട് അറിയാം.
ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% വരെ ഓൺലൈൻ ഡിസ്കൗണ്ട് കിട്ടാനുള്ള അവസരമുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിലും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചോളൂ. പിന്നെ NRIs ആണെങ്കിൽ ഈ 10% വരെ അധിക ഡിസ്കൗണ്ടിന് പുറമെ 18% GST റീഫണ്ട് കിട്ടാനും അവസരമുണ്ട്. അപ്പോൾ പ്രവാസി ആയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ എടുത്താൽ കുറച്ചുകൂടെ കാലം ലൈഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും സമയം വൈകിക്കേണ്ടതില്ല. പുതിയ ബജറ്റ് വരികയാണ്, പുതിയ നിയമങ്ങൾ വരികയാണ്. ആ സമയത്ത് ഒരുപക്ഷെ നിയമങ്ങളെല്ലാം മാറിയേക്കാം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കൂ, ലൈഫ് സുരക്ഷിതമാക്കി വെക്കൂ. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.